ഹായ് ഓൾ. ഇന്ന് വളരെ വ്യത്യസ്തപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, ഡോക്ടറെ കമ്പിയുടെ കാലം കഴിഞ്ഞോ, അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ് വന്നതോടെ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പി വെച്ച് വയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെറ്റൽ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് പല്ലിനെ നിരയാക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇല്ലാതാകും എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അലൈനർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പല്ലിനെ നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാം. പക്ഷേ എല്ലാ കേസുകളിലും ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ് വെച്ച് ചെയ്യാം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. പക്ഷേ വളരെ പൈനിയർ ബ്രാൻഡായ ഇൻവിസലൈൻ പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡിൽ നമുക്ക് ഏറെക്കുറെ ഡിഫിക്കൽട്ടായ ഓർത്തോഡോണ്ടിക് ഇഷ്യൂസ് ഒക്കെ ക്ലിയർ അലൈനർ ട്രീറ്റ്മെന്റിലൂടെ സാധ്യമാകുന്നതുമാണ്. അപ്പോൾ ക്ലിയർ അലൈനർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന അലൈനർ ബ്രാൻഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ട്, ചെയ്യുന്ന ഡോക്ടർ ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഓർത്തോഡോണ്ടിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കണം ക്ലിയർ അലൈനർ ട്രീറ്റ്മെന്റും ചെയ്യുന്നത്. അല്ലാതെ രാവിലെ വന്നു, അളവെടുത്തു, ഉച്ചയ്ക്ക് ചായ കുടിച്ചു, വൈകുന്നേരം ഞങ്ങൾക്ക് ട്രേ പ്രിന്റ് ചെയ്ത് കിട്ടി എന്ന് പറയുന്നത് പോലെ ഇത് മത്തിക്കച്ചവടോ അല്ലെങ്കിൽ നോട്ടീസ് അടിക്കുന്ന പോലെ പ്രിന്റ് ചെയ്ത് ഒരു യാതൊരുവിധ സയൻസ് ബേസും ഇല്ലാതെ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് അല്ല. വെറുതെ പരസ്യങ്ങളിൽ വീണ് മോഹന വാഗ്ദാനങ്ങളിൽ വീണ് വഞ്ചിതരാകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.